ഈ വർഷത്തെ ലാസ്റ്റ് റെഗുലർ വർക്കിംഗ് ഡേ മൺഡേ തൊട്ട് എക്സാം തുടങ്ങുക. കൊല്ലത്തേക്ക് വരാൻ ഞങ്ങളുടെ ബസ്സിൽ സൂസൻ മാമും സ്റ്റെല്ല മാമും എല്ലാവരും ഉണ്ടായിരുന്നു. മൺഡേ തൊട്ട് ഹോംവർക്ക് ചെയ്തോ ബുക്ക് കൊണ്ടുവന്നോ എന്നൊന്നും ചോദിക്കണ്ടല്ലോ. ലാസ്റ്റ് ഡേ ആയിട്ട് കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് ബിസി ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാം. വൈകിട്ടായപ്പോഴത്തേന് കുറേ ടയർഡായി. എന്നാൽ വരുന്ന വഴിക്ക് ഒരു കോഫി കുടിച്ചാലോ? അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി. അവിടെ നിന്ന് ആസ്വദിച്ച് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വർഷം ഭംഗിയായി നടത്തിയ ദൈവത്തിന് നന്ദി പറയാനായിട്ട് സ്റ്റെല്ല മാമും സൂസൻ മാമും കൂടെ പള്ളിയിലേക്ക് പോയി. ഞാൻ വീട്ടിലേക്ക്. നാളെ സ്കൂളിൽ പോകണ്ടല്ലോ എന്ന സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലെത്തിയത്. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി ചപ്പാത്തിക്കുള്ള മാവ് കുഴിച്ചു വെച്ചു. എന്നും ഈ ചപ്പാത്തിക്ക് എന്തോ കറി ഉണ്ടാക്കും, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ. പക്ഷേ സോൾവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് നമ്മുടെ വീട്ടിലെ പർച്ചേസ് മാനേജർ എത്തി. ദേ ഒരു പൊതി കൈ തന്നു. അഴിച്ചു നോക്കിയപ്പോൾ നല്ല ഹൽവ. സുപ്രീമിലെ മിൽക്ക് ഹൽവ കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും. കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു വെറൈറ്റി കറി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സവാള, ക്യാപ്സിക്ക, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വഴറ്റി നന്നായിട്ട് അരച്ചെടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് ക്യാരറ്റും ചിക്കനും തക്കാളിക്കൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഇതിലേക്ക് അരച്ച് വെച്ച സവാള പേസ്റ്റും ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചപ്പാത്തിക്ക് പറ്റിയ ടേസ്റ്റി കറി റെഡി.